നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് ശീവേലിക്ക് കൊണ്ടുവന്ന ആന ഇടഞ്ഞോടിയത് പരിഭ്രാന്തി പരത്തി. DYFI നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. വലപ്പാട് ഉപജില്ലാ കലോത്സവം നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിൽ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൃപ്രയാറിൽ ആന ഇടഞ്ഞോടിയത് പരിഭ്രാന്തി പരത്തി. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് ശീവേലിക്ക് എഴുന്നള്ളിക്കുവാൻ കൊണ്ടുവന്ന വടക്കുനാഥൻ ശിവറാം എന്ന ആനയാണ് ഇടഞ്ഞോടിയത്. തിങ്കളാഴ്ച വൈകിട്ട് 4:30 ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന ആന പടിഞ്ഞാറേ നടപ്പുറയിലെത്തിയപ്പോൾ കതിനവെടി പൊട്ടിയതിനെ തുടർന്ന് തിരിഞ്ഞോടുകയായിരുന്നു. 1 മണിക്കൂറോളം ഇടഞ്ഞു നിന്ന ആനയെ പാപ്പാന്മാർ വടം കെട്ടി തളയ്ക്കുകയായിരുന്നു. വലപ്പാട് ഉപജില്ലാ കലോത്സവം നടക്കുന്നതിനാൽ സമീപത്തെ പ്രദർശിനി ഹാളിൽ നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും ഉണ്ടായിരുന്നു. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിൽ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA നിർവഹിച്ചു. ഇതൊരു മത്സരം എന്ന നിലയിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും ഇതിനെ കാണരുത്. ഇതിൽ പങ്കാളികളാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മത്സരത്തിൽ ഇപ്പോൾ നേരത്തെ അനിൽ സൂചിപ്പിച്ച പോലെ മഞ്ജു വാര്യരെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ കലോത്സവത്തിൽ പങ്കാളികളായി വിജയിച്ചവരാണ്. യേശുദാസും ജയചന്ദ്രനും ഒക്കെ ഒരു കാലഘട്ടത്തിൽ സ്കൂൾ കലോത്സവത്തിലെ പ്രതിഭകളായി വന്നവരാണ്. സ്കൂൾ കലോത്സവങ്ങളൊന്നും പ്രതിഭകളാവാത്ത ആളുകളും നമ്മുടെ സംസ്ഥാനത്ത് കലോത്സവങ്ങളിലൊന്നും പങ്കെടുക്കാത്തവർ പോലും വലിയ വലിയ പ്രതിഭകളായി നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നവരാണ്. ഞാനൊരു കഥ കേട്ടിരിക്കുന്നത് നമ്മുടെ നെടുമുടി വേണു ഒരു പ്രമുഖമായിട്ടുള്ള ഒരു നാടക ട്രൂപ്പിൽ അഭിനയിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ നടത്തി നിരസിച്ചു. താങ്കൾ അഭിനയിക്കാൻ കൊള്ളാത്തവനാണെന്ന് പറഞ്ഞ് നിരസിച്ച ഈ നെടുമുടി വേണു എന്ന് കേരളത്തിലെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന നടനാണ്. ഇതിൽ പങ്കാളികളാവുക എന്നുള്ളത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. അതിൽ പ്രതിഭകൾ തമ്മിൽ മാറ്റുരയ്ക്കുമെങ്കിലും അതിൽ വിജയപരാജയങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. എങ്കിലും വിജയവും പരാജയവും ഉണ്ടാകും. പരാജയമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പക്ഷേ നമുക്ക് സമ്മാനം കിട്ടാതെ പോകുന്നുണ്ടായിരിക്കാം. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് AEO T ജയരാജ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി കൃഷ്ണാനന്ദ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജുള അരുണൻ, CM നൌഷാദ്, പ്രിൻസിപ്പാൾ V ശ്രീദേവി എന്നിവർ സംസാരിച്ചു. കലോത്സവ ലോഗോ നിർമ്മിച്ച SN ട്രസ്റ്റ് സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ ഫൈസൽ മുഹമ്മദിന് ചടങ്ങിൽ ഉപഹാരം നൽകി. ഉദ്ഘാടനത്തിന് മുന്നോടിയായി തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര വർണ്ണാഭമായി.
8 വേദികളിലായി ഗാനമേള, നാടകം, നാടോടി നൃത്തം, ഭരതനാട്യം, സംഘനൃത്തം, കേരള നടനം, പദ്യം ചൊല്ലൽ, സംഘഗാനം എന്നിവ നടന്നു. ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. കുട്ടമംഗലം മുനവിറുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന ക്യാമ്പ് സുന്നി മഹല്ല മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി MK മൊയ്തീൻ കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ആ സമയത്ത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ, ആ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും വരുന്ന തലമുറയ്ക്ക് യഥാർത്ഥ രൂപത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ പഠിപ്പിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആ തലമുറയെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവരെ കൈപിടിച്ചുയർത്തി മുന്നോട്ട് നയിക്കേണ്ട വലിയ ഒരു ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ് നാം ഏറ്റെടുത്തിട്ടുള്ളത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും നാം ചിന്തിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ലോകത്ത് ഏത് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന എത്ര ഉന്നതമായ പ്രവർത്തനം നടത്തുന്ന ആളുകളാകട്ടെ, അതിലേറ്റവും ഉത്തമൻ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, വിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും ആ ആശയം മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി വരുന്ന തലമുറക്ക് അത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് വരുന്ന തലമുറയെ ഉത്തമമായ ഒരു മാർഗത്തിലൂടെ വാർത്തെടുക്കുന്ന അവരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ്. സംഘടനാ ജില്ലാ പ്രസിഡന്റ് ഉമർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. മുജീബ് റഹ്മാൻ അൽ ഹസനി, MA അബ്ദുള്ളക്കുട്ടി ഹാജി, അബ്ദുൾ റഷീദ് ഹാജി, മുഹമ്മദ് അലി സഅദി എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളെ അധികരിച്ച് സുലൈമാൻ സഖാഫി കുഞ്ഞുകുളം, കീലത്ത് മുഹമ്മദ് മാസ്റ്റർ എന്നിവർ ക്ലാസ് എടുത്തു. കയ്പമംഗലം 3 പീടിക ബീച്ച് റോഡിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി പരാതി. തിങ്കളാഴ്ച രാവിലെ 8:30യോടെയാണ് സംഭവം. ബീച്ച് റോഡ് വായനശാലയ്ക്കടുത്ത് മടത്തിപ്പറമ്പിൽ മുസ്തഫയുടെ മകൻ സഫ്വാനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി വീട്ടുകാർ മതിലകം പോലീസിൽ പരാതി നൽകിയത്. കാക്കാത്തുരുത്തി SNG-UP സ്കൂളിലെ വിദ്യാർത്ഥിയാണ് സഫ്വാൻ. ക്ലാസ് പരീക്ഷയ്ക്കായി പേപ്പർ വാങ്ങാൻ സൈക്കിളിൽ പോയ കുട്ടിയെ ബീച്ച് റോഡിലെ ദേവമംഗലം ജംഗ്ഷനിൽ വെച്ച് ഓമ്നി കാറിലെത്തിയ സംഘം ബലമായി പിടിച്ചു വലിച്ചു കൊണ്ടുപോകുവാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. കുതിറിയോടിയ കുട്ടി സമീപത്തെ തോട്ടിൽ വീണതായും പറയുന്നു. തുടർന്ന് ഇടവഴിയിലൂടെ വരികയായിരുന്ന കൂട്ടുകാരനോട് വിവരം പറയുകയും കൂട്ടുകാരനുമൊത്ത് വീട്ടിലെത്തുകയുമായിരുന്നു. കയ്പമംഗലം വെസ്റ്റ് മരണാനന്തര സഹായ സമിതിയുടെ വാർഷിക പൊതുയോഗം നടത്തി. പുതിയ ഭാരവാഹികളായി കണ്ണംപറമ്പിൽ ശ്യാമപ്രസാദിനെയും സെക്രട്ടറിയായി പറപറമ്പിൽ മോഹനനെയും ട്രഷററായി അനിൽ പാണാട്ടിനെയും തെരഞ്ഞെടുത്തു. ഇനിയൊരു ഇടവേള.